So for the application of perturbation theory, we might already have a known system, in the sense that we already know the Hamiltonian representing the system, the different eigenstate representing the system, and the energy eigen values corresponding to the system. And the set of all normalized eigenvectors representing the system will be spanning or mapping an abstract Hilbert space, as this set happens to be a complete orthonormal set of vectors. അപ്പോൾ ആ സെറ്റ് ഓഫ് വെക്ടേഴ്സിനെ പറ്റി മുഴുവനായിട്ട് നമുക്കറിയാം എന്ന അസംഷനിലാണ് നമ്മൾ ഇത് തുടങ്ങുന്നത്. Now suppose the system is slightly disturbed by imparting a small amount of energy. അങ്ങനെ ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഓൾറെഡി നമുക്കൊരു പാർട്ടിക്കിൾ ഇൻ എ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ആയിട്ട് ഉണ്ട് എന്ന് വിചാരിക്കും. പിന്നെ അതിൻ്റെ പൊട്ടൻഷ്യൽ ഏതോ ഒരു ഭാഗത്ത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ പൊട്ടൻഷ്യൽ നേരത്തെ എന്താണോ ഉണ്ടായിരുന്നത് അത് തന്നെയാണുള്ളത്. പക്ഷെ ഇവിടെ ഒബ്ജക്റ്റ് എത്തുന്ന സമയത്ത് പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കുറേശ്ശെ മാറുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു ഡിസ്റ്റർബൻസിനാണ് നമ്മൾ പെർട്ടർബേഷൻ എന്ന് പറയുക. കുറച്ചും കൂടെ പ്രാക്ടിക്കലായ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, വി ഓൾറെഡി ഹാവ് എ സർപ്ലസ് നോളേജ് ഓൺ ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫങ്ഷൻസും എനർജിയും എല്ലാം നമ്മൾ സോൾവ് ചെയ്തതാണ്. ആ ഹൈഡ്രജൻ ആറ്റത്തിന് നമ്മളൊരു ചെറിയ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിലുള്ള ഇലക്ട്രോണിന് ചെറിയൊരു പോളറൈസേഷൻ കിട്ടും. ആ പോളറൈസേഷൻ കാരണം ഇറ്റ് വിൽ ഹാവ് എ ടൈനി ഓർ എക്സ്ട്രീംലി സ്മോൾ induced dipole moment. This dipole moment being placed in the electric field produced by the nucleus will have a potential energy given by the expression say U, potential energy equal to minus P dot E. As this dipole happens to be the induced dipole, as long as the electron in the hydrogen atom is concerned, this induced dipole moment will be extremely smaller, so that the additional potential energy imparted by this induced dipole moment also will be very small or tiny. And that kind of a small correction in energy or change in energy is what is known as perturbation. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിലാണ് സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു തിയറി അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. Suppose the perturbed system has a Hamiltonian say H, and the wave function representing the system is psi n. Also, the energy eigenstates representing the system is En. So, this is now the equation representing the system under our study, or the quantum mechanical system under our consideration. And in this slide, what I have told you happens to be the criteria for the validity of this approximation method. നിങ്ങൾ ഏത് അപ്രോക്സിമേഷൻ മെത്തേഡ് പഠിക്കുന്ന സമയത്തും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രൈറ്റീരിയ ഫോർ ദി വാലിഡിറ്റി ഓഫ് ദി അപ്രോക്സിമേഷൻ പ്രൊസീജിയർ. ടൈം ഇൻഡിപെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയനുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരിക്കണം. എന്താണ് ആ ബന്ധം എന്നുള്ളത് നമ്മൾ തൊട്ടടുത്ത സ്ലൈഡിൽ പറയും. അഥവാ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ ഓൾറെഡി നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ്റെ പുറത്തുള്ള ഒരു ചെറിയ പെർട്ടർബേഷൻ ആയിരിക്കണം. ചെറിയൊരു അഡിഷൻ ഇൻ എനർജി ഓർ ചേഞ്ച് ഇൻ എനർജി. അഡിഷൻ തന്നെ ആവണമെന്നില്ല, ചില സമയത്ത് അത് കുറവും ആവാം. ഒരു ചേഞ്ച് ഇൻ എനർജി ആയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് ഒരു നോൺ സിസ്റ്റം എന്നൊരു ഫ്രേസ് നമ്മൾ വെച്ചിട്ടുണ്ട്. നോൺ സിസ്റ്റം എന്നതുകൊണ്ട് ഈ 3 മീനിങ്ങും നമ്മൾ അർത്ഥമാക്കുന്നുണ്ട്. ഒന്ന്, അതിൻ്റെ ഹാമിൽട്ടോണിയൻ നമുക്ക് കൃത്യമായിട്ട് അറിയാം. 2, അതിൻ്റെ വേവ് ഫംഗ്ഷൻ, ഓരോ ഐഗൻ വെക്ടറും അതിൻ്റെ എല്ലാ ഐഗൻ വെക്ടേഴ്സും അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഐഗൻ വെക്ടേഴ്സ് മുഴുവനായിട്ടും അറിയാം. ആ സെറ്റ് ഓഫ് ഐഗൻ വെക്ടേഴ്സ് എന്നുള്ള കോൺസെപ്റ്റിന് തന്നെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. That will be a complete set of orthonormal eigenvectors. Orthonormal vectors ആണെന്നുണ്ടെങ്കിൽ അതൊരു ബേസിസിനെ സ്പാൻ ചെയ്യും. പിന്നെ കംപ്ലീറ്റ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹിൽബർട്ട് സ്പേസിലുള്ള ഏത് വെക്ടറിനെയും ഈ ഓർത്തോനോർമൽ സെറ്റ് ഓഫ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ സിസ്റ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷനെയും
വേണമെങ്കിൽ നമുക്ക് ഈ സെറ്റ് ഓഫ് ഓർത്തോനോർമൽ കംപ്ലീറ്റ് വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ കഴിയും. ആ വേവ് ഫംഗ്ഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആസ് ലോങ് ആസ് ദിസ് പ്രോബ്ലം ഈസ് കൺസേൺ. സോ പ്രാക്ടിക്കലി വി ഹാവ് ഓൾറെഡി സോൾവ്, തിയററ്റിക്കലി വി ഹാവ് ഓൾറെഡി സോൾവ്ഡ് say psi n, as this happens to be a vector in the abstract Hilbert space spanned by the complete set of orthonormal eigenvectors of the non-system. ആ വേവ് ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ശരിക്ക് ഈ ക്വാണ്ടം മെക്കാനിക്കൽ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റി. അത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു എന്ന് പറയാം. കാരണം ഈ psi n ഇപ്പോൾ ഈ അബ്സ്ട്രാക്ട് ഹിൽബർട്ട് സ്പേസിലുള്ള ഒരു വെക്ടറാണ്. ആ അബ്സ്ട്രാക്ട് ഹിൽബർട്ട് സ്പേസിന്റെ ബേസിസ് വെക്ടേഴ്സ് ആണ് ഈ ഓർത്തോനോർമൽ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ദാറ്റ് ഹാപ്പൻസ് ടു ബി ദ ഐഗൻ വെക്ടേഴ്സ് ഓഫ് ദി നോൺ സിസ്റ്റം. അപ്പോൾ ആ വെക്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഈ psi n-നെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. So what will be the criteria for the validity of this perturbation theory? There is only one criteria. The problem or the system under our study should have a Hamiltonian that is related to the Hamiltonian of a non-system. And using this phrase non-system, we assume that we already know the Hamiltonian representing the system, all the eigenvectors of Hamiltonian and the different eigenvalues of the quantum mechanical system, which once perturbed by a small change in energy will give rise to our system under study. So that is the criteria for the validity of time dependent or in general perturbation theory, because we will be studying perturbation theory both in the time independent context as well as in the time dependent context. Now we will have some mathematics. So we assume that the system under our consideration has a Hamiltonian that could be taken as a small correction in energy or Hamiltonian upon the Hamiltonian of a non-system. Non-systemത്തിന്റെ Hamiltonian ആണ് H0. നമ്മൾ ഈ H0ന്റെ പുറത്ത് ഒരു ചെറിയ ചേഞ്ച് ഇൻ എനർജി ആയിട്ടാണ് പുതിയ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ പെർട്ടർബ്ഡ് സിസ്റ്റത്തിന്റെ ഹാമിൽട്ടോണിയനെ കാണുന്നത്. Then Hamiltonian of the perturbed system, that is the system under our study or under our consideration, may be written as the sum of the Hamiltonian of the unperturbed system or the non-system and a small correction in Hamiltonian. That is being represented precisely by means of this symbol, say H dash or H prime. ഇത് വളരെ സ്മോൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് we introduce here a parameter referred to as the perturbation parameter. The value of this perturbation parameter is always less than 1. So we ascertain that the contribution of this term, say lambda h prime, is extremely smaller, so that the Hamiltonian of the system under our consideration can be taken as a small change over the Hamiltonian of the non-system, say H0. And this small change in energy is what you call perturbation, and this small change in Hamiltonian is represented by means of the symbol H dash or H prime and is referred to as the perturbed part of the Hamiltonian. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിന്റെ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് ഓൾറെഡി നമുക്കറിയാവുന്ന സിസ്റ്റത്തിന്റെ ഹാമിൽട്ടോണിയൻ പ്ലസ് എ സ്മോൾ കറക്ഷൻ ഇൻ ഹാമിൽട്ടോണിയൻ ആണ്, അല്ലെങ്കിൽ ഇൻ എനർജിയാണ്. ഈ കറക്ഷൻ പാർട്ടിനെ പെർട്ടർബ്ഡ് പാർട്ട് ഓഫ് ഹാമിൽട്ടോണിയൻ എന്ന് പറയും. ഇതിനെ അൺപെർട്ടർബ്ഡ് ഹാമിൽട്ടോണിയൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഹാമിൽട്ടോണിയൻ ഓഫ് ദി നോൺ സിസ്റ്റം എന്ന് പറയാം, അല്ലെങ്കിൽ ഹാമിൽട്ടോണിയൻ ഓഫ് ദി അൺപെർട്ടർബ്ഡ് സിസ്റ്റം എന്ന് പറയും. ആ യൂസേജ് ആണ് കുറച്ചും കൂടെ കൃത്യമായിട്ടുള്ളത്. കാരണം പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഒരു അനാലിസിസ് ഒക്കെ നടത്തുക, ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് പഠിക്കാൻ വേണ്ടി. That effect is already known to you. This will be causing the splitting of spectral lines, and the effect is referred to as the Stark effect. Stark effect പഠിക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ഹൈഡ്രജൻ ആറ്റത്തെ പറ്റിയാണ് പഠിക്കേണ്ടത്. ആ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നുള്ള ഹാമിൽട്ടോണിയൻ, ദാറ്റ് ഈസ് ഓൾറെഡി നോൺ ടു us, -h²/2m∇² -1/4πε0 say into E² by R. അതാണ്
ആ പൊട്ടൻഷ്യൽ എനർജി ടേം. അപ്പോൾ ഇത് ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. അതിൻ്റെ പുറത്തൊരു ചെറിയ കറക്ഷൻ ആയിട്ടാണ് ഈ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അഡീഷണൽ പൊട്ടൻഷ്യൽ എനർജി വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനത്തെ സിസ്റ്റത്തിന്റെ കേസിൽ എന്ന് പറയുമ്പോൾ ഓൾറെഡി സിസ്റ്റം നമുക്കുണ്ട്, നമ്മൾ അതിനെ എന്തോ രീതിയിൽ പെർട്ടർബ് ചെയ്തതാണ്, ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയതാണ്. ആ ഉണ്ടാക്കിയ സിസ്റ്റത്തെ പറ്റിയാണ് പഠിക്കേണ്ടത്. അൺപെർട്ടർബ്ഡ് പാർട്ട് ഓൾറെഡി നോൺ ആണ്, പെർട്ടർബ്ഡ് പാർട്ടും അറിയുമായിരിക്കും. ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് perturbed part of the Hamiltonian will be known to us. Then Hamiltonian representing the system is h equal to h0 plus lambda h prime, and this will be satisfying the Schrodinger's equation h psi n equal to en psi n. This is what we'll have to solve. ഈ ഇക്വേഷൻ ആണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. ഇതിലെ h that is written as a h0 plus lambda h prime. And what will be the effect of this perturbation upon the ground state unperturbed wave function as well as the unperturbed energy eigenvalue? ഹാമിൽട്ടോണിയന്റെ പുറത്ത് പെർട്ടർബേഷൻ ഒരു ചെറിയ കറക്ഷൻ ആണ് ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ വേവ് ഫംഗ്ഷന്റെ പുറത്തും n0ന്റെ പുറത്തും എനർജി ഐഗൻ വാല്യൂ En0ന്റെ പുറത്തും ഇത് സമാനമായ കറക്ഷൻസ് ഉണ്ടാക്കും. അങ്ങനെ വരുമ്പോൾ വേവ് ഫംഗ്ഷൻ റെപ്രസെന്റിംഗ് ദ സിസ്റ്റം അണ്ടർ അവർ സ്റ്റഡി may be written as a sum series in terms of the perturbation parameter, say lambda, that we take as a psi n equal to psi n0 plus lambda psi n1 plus lambda square psi n2. ഇതിലെ ലാംഡയുടെ ഇത് പവർ ആണ്. ഇവിടെ എഴുതുന്ന പാരാമീറ്റേഴ്സ് ഒക്കെ ഓർഡർ ഓഫ് പെർട്ടർബേഷൻ ആണ്. ഇത് 0th ഓർഡർ ഓഫ് പെർട്ടർബേഷൻ അഥവാ പെർട്ടർബേഷൻ ഇല്ലാത്ത സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ. പിന്നെ ഫസ്റ്റ് ഓർഡർ ഓഫ് പെർട്ടർബേഷൻ ലാംഡയുടെ പവർ 1 ആവുന്ന ടേം എന്നാണ് മീൻ ചെയ്യുന്നത്. സെക്കൻഡ് ഓർഡർ ഓഫ് പെർട്ടർബേഷൻ ലാംഡയുടെ പവർ 2 ആകുന്നത് എന്നാണ് മീൻ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞു ലാംഡയുടെ വാല്യൂ ദാറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. പിന്നെ ഈ കറക്ഷൻസ് ഒക്കെ വരുന്നത് ലാംഡയുടെ ഡിഫറൻറ്റ് പവേഴ്സ് ആയിട്ടാണ്. ലാംഡ ഒന്നിനേക്കാളും ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡിഫറൻറ്റ് പവേഴ്സ് അതിനേക്കാളും ചെറുതായിരിക്കും. ഒന്നിന്റെ മുകളിലുള്ള ഏതൊരു നമ്പറിന്റെയും പവർ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ ആ നമ്പർ പെട്ടെന്ന് വലുതായി പോകും. സേ 2ന്റെ സ്ക്വയർ എടുത്താൽ 4, ക്യൂബ് എടുത്താൽ 8, അങ്ങനെ പെട്ടെന്ന് വലുതായി പോവുകയാണ് ചെയ്യുക. 1ന്റെ കേസിൽ ഏത് പവർ എടുത്തിട്ടും കാര്യമില്ല, ആ വാല്യൂ കോൺസ്റ്റന്റ് ആയി നിൽക്കുകയാണ് ചെയ്യുക. 1ന്റെ താഴെയുള്ളൊരു വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിഫറൻറ്റ് പവർ എടുക്കുന്നതനുസരിച്ച് അതിന്റെ വാല്യൂ വളരെ പെട്ടെന്ന് ഡിമിനിഷിംഗ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ലാംഡ വളരെ കുറവാണെങ്കിൽ ലാംഡ സ്ക്വയർ ദാറ്റ് വിൽ ബി എക്സ്ട്രീംലി സ്മോളർ, സോ ദാറ്റ് ദിസ് ടേം, ഈവൻ ദിസ് ടേം ഓർ എനി ഹയർ ഓർഡർ ടേം കുഡ് ബി സേഫ്ലി നെഗ്ലക്റ്റഡ്, ആൻഡ് വി വിൽ ബി ടേക്കിംഗ് അവർ അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ ആസ് എ psi n0 പ്ലസ് ലാംഡ psi n1. അപ്പം അങ്ങനെയാണ് ഇതിലെ അപ്രോക്സിമേഷൻ വരുന്നത്. സപ്പോസ് ലാംഡ കൺസിഡറബിൾ ആണെങ്കിൽ ലാംഡ സ്ക്വയറും കൺസിഡറബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വി വിൽ ടേക്ക് ദി അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ ആസ് ദ ടേം അപ് ടു ദിസ് വൺ. അപ്പോൾ അതനുസരിച്ച് ഒരു അപ്രോക്സിമേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ആൻഡ് കറസ്പോണ്ടിങ് ടു ദിസ് correction for the Hamiltonian, there will be a corresponding correction in the energy eigenvalue. Then energy eigenvalue of the system under our study may be taken as a sum series in terms of lambda like this, as En equal to En0 plus lambda En1 plus lambda square En2 plus etc. അപ്പോൾ ഇത് ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ഇൻ എനർജി, ഇത് സെക്കൻഡ് ഓർഡർ കറക്ഷൻ ഇൻ എനർജി, അങ്ങനെയാണ്. ഇനി ഇത് ശരിക്കും നമുക്ക് മുന്നിൽ തരുന്നൊരു പിക്ചർ നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിനെ വെച്ച് ആലോചിച്ച് നോക്കാം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. പെർട്ടർബേഷൻ അപ്ലൈ ചെയ്ത സമയത്ത് ഈ -13.6ന്റെ പുറത്ത് കറക്ഷൻ വരും. psi10 പ്ലസ് ലാംഡ psi10 എന്ന് ഞാൻ പറഞ്ഞു, ശരി psi0 എന്ന് പറയാം. ഇനി psi10 പ്ലസ് ലാംഡ psi11 ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ഇൻ വേവ് ഫംഗ്ഷൻ പ്ലസ് ലാംഡ സ്ക്വയർ psi12, അങ്ങനെ വേവ് ഫംഗ്ഷനിൽ കറക്ഷൻ വരാം, എനർജിയിലും കറക്ഷൻ വരാം. ground state energy -13.6 plus lambda into first order correction in energy plus lambda square into second order correction in energy plus etc. അപ്പോൾ ഈ psi n സോൾവ് ചെയ്യാൻ ഇനി എന്തായിരിക്കും മെത്തേഡ്? കുറച്ചുകൂടി ഈസി ആണല്ലോ. psi n ഉം en ഉം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. കാരണം
നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഷ്രോഡിംഗർ ഇക്വേഷൻ ഇതാണ്. H psi n equal to En psi n.